കുട്ടിച്ചാത്തൻ എന്ന് കേൾക്കുമ്പോൾ രമേശ് ബാബുവിന് ഓർമ്മ വരിക വളരെ ചെറുപ്പത്തിൽ തൻ്റെ ബാല്യകാലത്ത് 4-5 വയസ്സുള്ളപ്പോൾ ഉണ്ടായ പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. അന്ന് അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വല്യമ്മയ്ക്കുമൊപ്പം താമസിച്ചിരുന്ന കൊച്ചോലപ്പുരയിൽ രാത്രിയിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം കിടക്കുമ്പോൾ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന് എണീറ്റിരുന്നപ്പോൾ കണ്ട കാഴ്ച, ചാണകം മെഴുകിയ തറയിൽ കറുത്തിരുണ്ട കുറിയൊരു രൂപം കുത്തിയിരുന്ന് തന്നെ നോക്കുന്നു. നല്ല നിലാവുള്ള രാത്രി. പാതിരാത്രിയൊക്കെ കഴിഞ്ഞ് 3 മണി 4 മണി സമയമാണ്. അക്കാലത്തെ പുൽവീടുകളും ഓലപ്പുരകളുമൊക്കെ ചുറ്റുപാടും മിക്ക ഭാഗങ്ങളും തുറന്ന രീതിയിലാണ്. അതുകൊണ്ട് നിലാവട്ടം പുരയ്ക്കകത്തേക്ക് വീണ് കിടക്കും. ആ വെളിച്ചത്തിൽ രമേശ് ബാബു ഒരു കുട്ടിച്ചാത്തനെ ആദ്യമായി കണ്ടു. കറുത്തുകുറിയ ഒരു കുട്ടിച്ചാത്തൻ നിലത്ത് കുന്തിച്ചിരുന്ന് തന്നെ നോക്കുന്നു. ആ ചാത്തൻ്റെ മുഖത്ത് ഒരു ചെറു ഉണ്ടായിരുന്നതായി രമേശ് ബാബുവിന് ഒരു സ്വപ്നം കണ്ട് മറന്നതുപോലെ ഇന്നും ഓർമ്മയുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞ് 10-12 വയസ്സ് തുടങ്ങി രമേശ് ബാബുവിനെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഓരോന്നായി വന്നു തുടങ്ങി. ഒരു രാത്രി ബന്ധുവീട്ടിൽ കിടക്കാൻ പോയ രമേശ് ബാബുവിൻ്റെ ശരീരത്തേക്ക് ഏതോ ഒരു അദൃശ്യശക്തി പ്രവേശിച്ചതായി തോന്നി. രമേശ് ബാബുവിന് ഒന്ന് അനങ്ങാനോ നിലവിളിക്കാനോ പോലും കഴിഞ്ഞില്ല. വല്ലാത്ത ഭീകരമായൊരു ശബ്ദം അവൻ്റെ ചെവിയിൽ മുഴങ്ങി. ഒടുവിൽ എങ്ങനെയൊക്കെയോ രമേശ് ബാബു കാറിക്കരഞ്ഞു. അതോടെ ആ അദൃശ്യശക്തി അവൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. പിന്നീട് പല രാത്രികളിലും ചെറുപ്പകാലത്ത് രമേശ് ബാബുവിന് ഈ അനുഭവമുണ്ടായി. കുട്ടിക്കാലം മുതൽ പല പ്രേതാനുഭവ കഥകളും കേട്ടാണ് രമേശ് ബാബു വളർന്നത്. അതിനാൽ അവൻ്റെ മനസ്സിൽ പ്രേതമെന്ന ശക്തി ഒരു പേടിപ്പെടുത്തുന്ന ചിന്തകളായി വളർന്നു വന്നുകൊണ്ടിരുന്നു. അക്കാലത്ത് വീടുകളിൽ വൈദ്യുതിയോ വെളിച്ചമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് അവരൊക്കെ ജീവിച്ചിരുന്നത്. അതിനാൽ രാത്രിയായി കഴിഞ്ഞാൽ രമേശ് ബാബുവിന് നല്ല പേടിയാണ്. ഇരുട്ടിൻ്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന പ്രേതത്തെ അവൻ വല്ലാതെ ഭയന്നു. പിന്നെ കൂട്ടുകാരിൽ നിന്നായി കേട്ട നിറം പിടിപ്പിച്ച പല പ്രേതകഥകളും അവനെ ഭയപ്പെടുത്തിയിരുന്നു. അടുത്തുള്ള വലിയ എസ്റ്റേറ്റിൽ ഒറ്റപ്പെട്ട ചില വീടുകളും ക്വാർട്ടേഴ്സുകളുമുണ്ട്. അവിടെയാണ് അവിടുത്തെ ജീവനക്കാരിൽ പലരും താമസിക്കാറുള്ളത്. അവിടെയും ഈ ജോലിക്കാർക്ക് പല പ്രേതാനുഭവ കഥകളുണ്ടായതായി രമേശ് ബാബു അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേട്ട് അവൻ വല്ലാതെ ഭയന്നു. ആ എസ്റ്റേറ്റിൽ ഒരു ശവപ്പറമ്പുണ്ട്. പാതിരാത്രി അവിടെ നിന്നും പ്രേതങ്ങളുടെ സഞ്ചാരം ഉണ്ടായതായി പലരും കണ്ടിട്ടുണ്ട്. ഈ വീടുകളിൽ കിടക്കുമ്പോൾ രാത്രി പല അനുഭവങ്ങളും പലർക്കുമുണ്ടായി. വാതിലിൽ മുട്ടുക, മുറിക്കകത്തേക്ക് പ്രവേശിച്ച് കട്ടിലിൽ വന്നിരിക്കുക, കാലിൽ പിടിക്കുക,
മുറ്റത്തുകൂടി ആരോ നടക്കുന്ന ശബ്ദങ്ങൾ, കാൽപ്പെരുമാറ്റങ്ങൾ, അങ്ങനെ പലതും. ഒരു ദിവസം രാത്രി ഒരാളുടെ കാലിൽ വന്നാരോ പിടിച്ചതായി തോന്നുന്നു. ഇയാൾ കാലെടുത്ത് ശക്തമായി തൊഴിച്ച്. കാൽ കട്ടിലിൽ തട്ടി അയാളുടെ കാൽ നീര് വന്ന് വീർത്തു. ഈ കഥകളൊക്കെ കേട്ട് രമേഷ് ബാബു വല്ലാതെ ഭയന്നു. ഇത്തരം പേടിപ്പെടുത്തുന്ന പ്രേതകഥകളൊക്കെ ആയിട്ടാണ് രമേഷ് ബാബു വളർന്നത്. മുതിർന്നപ്പോൾ അയാൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങി. ഉറക്കത്തിൽ തൻ്റെ ശരീരത്തേക്ക് എന്തോ ഒരു ശക്തി വന്ന് പ്രവേശിക്കുന്നു. തൻ്റെ ശരീരമാകെ സ്തംഭനാവസ്ഥയിലായി പോകുന്നു. ഒന്ന് നിലവിളിക്കാനോ ശരീരമൊന്നും അനക്കാനോ കഴിയാതെ രമേഷ് ബാബു നിസ്സഹനായി. പിന്നെ എങ്ങനെയൊക്കെയോ അവൻ്റെ ശബ്ദം പുറത്തു വരും. അമ്മേ അമ്മേ. അവൻ്റെ നിലവിളി കേട്ട് അമ്മ ഓടി വരും. എടാ ബാബു മോനെ, എന്താടാ നിനക്ക് പറ്റിയത്? അപ്പോഴായിരിക്കും ആ സ്തംഭനാവസ്ഥയിൽ നിന്നും അവൻ മോചിതനാവുക. പിറ്റേന്ന് എണീറ്റാൽ അവന് ശരീരം ഇടിച്ചു നുറുക്കിയതുപോലെ ഭയങ്കര വേദന അനുഭവപ്പെടും. ഇങ്ങനെ പല രാത്രികളിലും അവനുണ്ടായി. ക്ഷീണവുമായിരിക്കും. പിന്നീട് രമേഷ് ബാബു കേട്ടു തുടങ്ങി. മുറ്റത്തുകൂടി എന്തോ നടക്കുന്ന ശബ്ദം. വലിയൊരു മൃഗത്തിൻ്റെ കാലടി ശബ്ദം പോലെ ചിലപ്പോൾ തോന്നും. അതിങ്ങനെ നടക്കുമ്പോൾ രമേഷ് ബാബു ഒരു സ്തംഭനാവസ്ഥയിലായി പോകും. പിന്നെ അവനൊന്ന് ചലിക്കാനോ നിലവിളിക്കാനോ പോലും കഴിയില്ല. ചിലപ്പോൾ തൻ്റെ മുറിയിലേക്ക് ഏതോ ഒരു ശക്തി വന്ന് പ്രവേശിച്ചതായി അവന് തോന്നുന്നു. കാലിൽ വന്നിരിക്കുന്നു, കൂടെ കിടക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴൊക്കെ അവൻ ഒരു തരം സ്തംഭനാവസ്ഥയിലായി പോകും. നിലവിളിക്കാനോ ദേഹമൊന്ന് ചലിപ്പിക്കാനോ പോലും അവന് കഴിയുന്നില്ല. അതിശക്തമായി അവൻ കാറിക്കരയാൻ ശ്രമിക്കും. പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. പിന്നീട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ശബ്ദം പുറത്തേക്ക് വരിക. അപ്പോൾ അമ്മ അവനെ വിളിക്കും. അപ്പോൾ അവൻ ആ സ്തംഭനാവസ്ഥയിൽ നിന്നും മോചനാവുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് തവണ അവന് ഈ അനുഭവങ്ങളുണ്ടായി. എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് ഒരിക്കലും ഒരു എത്തിയും പൊടിയും കിട്ടുന്നില്ല. അമ്മയോട് പറയും, മോനെ നന്നായി പ്രാർത്ഥിച്ചിട്ട് കിടക്കൂ. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് കിടന്നാൽ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ രമേഷ് ബാബു ചെയ്തു നോക്കി. ഒരു മാറ്റവുമില്ല. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് അവന് ഈ അനുഭവങ്ങൾ അധികവും ഉണ്ടാകുന്നത്. രാത്രിയായി കഴിഞ്ഞാൽ അവൻ്റെ ശരീരം ഉറക്കത്തിലേക്ക് പെട്ടെന്ന് വഴുതിപ്പോവും. ആ ശക്തി അവൻ്റെ സമീപത്തേക്ക് വരുന്ന ലക്ഷണമാണത്. പിന്നെ ഉറക്കത്തിൽ ആ ശക്തി അവൻ്റെ ദേഹത്തേക്ക് പ്രവേശിക്കുകയായി. കുറേ സമയം അവനെ അത് അടക്കി പിടിക്കും. ഇത് അസഹ്യമായപ്പോൾ രമേഷ് ബാബു ആത്മഹത്യയുടെ വക്കിലെത്തിയതാണ്.
എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്നറിയാതെ അവനാകെ സങ്കടപ്പെട്ടു, നിരാശനായി. രാത്രികളെ അവൻ ഭയന്നു. ശരീരം വല്ലാതെ മെലിഞ്ഞുണങ്ങി. ഭീകരമായ രാത്രികളിലൂടെയാണ് രമേഷ് ബാബു കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഒരു രാത്രി രമേഷ് ബാബു ഉറക്കത്തിലേക്ക് കടന്നു. പെട്ടെന്ന് പുറത്തെ വാതിൽ അതിശക്തമായി ഇടിക്കുന്ന ശബ്ദം. തൻ്റെ മുറിയുടെ വാതിൽ തുറന്ന ഏതോ ഒരു ശക്തി അകത്തേക്ക് പ്രവേശിക്കുന്നു. രമേഷ് ബാബു ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. പക്ഷേ അവൻ്റെ ശരീരം സ്തംഭനാവസ്ഥയിലായിരുന്നു. അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുറിയിൽ അലമാരയ്ക്ക് ഉയരത്തിൽ ഒരു രൂപം നിൽക്കുന്നു. ഭീകരമായൊരു രൂപം. അവൻ സ്തംഭനാവസ്ഥയിലാണ്. ഒരു നിമിഷമാണ് ആ രൂപത്തെ അവൻ കണ്ടത്. എന്നാൽ ആ സ്തംഭനാവസ്ഥ കുറേ നേരം നീണ്ടു നിന്നു. ഇത്തരം അനുഭവങ്ങൾ രമേഷ് ബാബുവിനെ ഒരുപാട് വർഷങ്ങൾ അലട്ടി. ഇപ്പോൾ രമേഷ് ബാബു അതിൽ നിന്നെല്ലാം മോചിതനാണ്. രമേഷ് ബാബുവിന് ഇപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ അത്ഭുതമാണ്. താൻ എങ്ങനെ ആ അവസ്ഥ തരണം ചെയ്തു എന്നോർത്ത് അവൻ അത്ഭുതപ്പെടുന്നു. രമേഷ് ബാബുവിൻ്റെ പ്രേതാനുഭവ കഥകൾ ഇവിടെ അവസാനിക്കുന്നു.